ഹലോ ഫ്രണ്ട്സ്, ഡിഫൻസ് സ്റ്റോക്കുകൾ വീണ്ടും ഫോക്കസിലാവാനുള്ള എല്ലാ സാധ്യതകളുമാണ് കാണുന്നത്. ഒന്നാമത് റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡ് ജർമ്മനിയിലെ എ ജി എമ്യൂണിഷൻസുമായിട്ട് റഫേൽ മെറ്റൽ എ ജി എമ്യൂണിഷൻസുമായിട്ട് ഒരു വലിയ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നു. ഇപ്പോഴാണ് ഈ കോൺട്രാക്റ്റിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്നത്. ഇത് പ്രകാരം ഒരു റിലയൻസ് ഡിഫൻസും അതുപോലെ തന്നെ റെയിൻ മെറ്റൽ എ ജി അവർ ആംനേഷൻ സപ്ലൈ ആംസ് ആൻഡ് അമ്നേഷൻസ് സപ്ലൈ ചെയ്യാനുള്ള ഒരു കോൺട്രാക്റ്റിൽ ഏറ്റെടുത്തിരിക്കുന്നു. ഇത് ഇന്ത്യയിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ മീൻസ് ഇൻ്റർനാഷണൽ അലയൻസ് ആയിരിക്കും. ഡസ്ലെറ്റും അതുപോലെ തന്നെ താലസും ഒക്കെ ആയിട്ട് ഓൾറെഡി അവർക്ക് അലയൻസ് ഉണ്ടായിരുന്നു. ഇത് മൂന്നാമത്തെ അലയൻസ് ആണ്. അതുപോലെ തന്നെ ഇത് ലാർജ് സ്കെയിൽ മാനുഫാക്ചറിങ് ഫെസിലിറ്റി, അതായത് ഡിഫൻസ് എക്യുപ്മെൻറ്റ്സുകൾ ആംസ് അമ്യൂണിഷൻസ് ഉണ്ടാക്കാനുള്ള ഒരു ഡിഫൻസ് ഫെസിലിറ്റി മഹാരാഷ്ട്രയിലെ രത്നഗിരിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അവിടെ കപ്പാസിറ്റി നോക്കി കഴിഞ്ഞാൽ ഏകദേശം 2 ലക്ഷത്തോളം ഷെല്ലുകൾ ഉണ്ടാക്കാനുള്ള കപ്പാസിറ്റി, അതുപോലെ തന്നെ 10,000-ഓളം ടൺ എക്സ്പ്ലോസീവ്സ്, അതുപോലെ തന്നെ 2,000 ടണ്ണോളം പ്രൊപ്പലൻറ്റ് ഒക്കെ ഉണ്ടാക്കാനുള്ള ആനുവൽ കപ്പാസിറ്റി ഉള്ള ഒരു കോൺട്രാക്റ്റിലാണ് അവർ സൈൻ ചെയ്തിരിക്കുന്നത്. സോ നാളെ ഈ റിലയൻസ് ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ റിലയൻസ് ഡിഫൻസ് ഫോക്കസിലായിരിക്കും. അതുപോലെ ഇന്ത്യയും റഷ്യയും അഡ്വാൻസ് സ്റ്റോക്ക്, അതായത് ബ്രഹ്മോസ് മിസൈൽസ് അടക്കമുള്ള ഡിഫൻസ് മാനുഫാക്ചറിങ് എക്യുപ്മെൻസുകളിൽ ഉണ്ടാക്കാനുള്ള പുതിയ ചർച്ചകളിൽ ഏർപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ BDL ഇങ്ങനെയുള്ള സ്റ്റോക്കുകളൊക്കെ തന്നെ നാളെ മുതൽ ഫോക്കസിൽ വരാൻ സാധ്യതയുണ്ട്. ഇനി മറ്റൊന്ന്, ഇപ്പോൾ വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത, ഇപ്പോഴല്ല ഓൾറെഡി അനൗൺസ് ചെയ്ത വാർത്തയാണത്. അത് ഇന്ത്യ ഓവർകം ചെയ്തിരിക്കുന്നു ജപ്പാനെ 4 ട്രില്യൺ എക്കോണമി എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക്. അതേസമയം ജപ്പാൻ സ്റ്റാഗ്ഫ്ലേഷനിലേക്ക് പോയിരിക്കുന്നു, ഇൻഫ്ലേഷൻ കൂടി വരുന്നു എന്നുള്ള വാർത്തയും വന്നിട്ടുണ്ട്. ഇന്ത്യ ജപ്പാനെ ഓവർകം ചെയ്ത് $4 ട്രില്യൺ എക്കോണമി ആയിട്ട് മാറിയിരിക്കുന്നു. അതായത് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അശോക് ലാലൻഡിൻ്റെ കോൺകോളാണ്. അശോക് ലാലൻഡിൻ്റെ ഭാഗത്ത് നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടൊരു കോൺകോൾ അപ്ഡേറ്റ്സ് വന്നിരിക്കുന്നു. അശോക് ലാലൻഡിൻ്റെ കയ്യിലുള്ള ക്യാഷ് 4,242 കോടി രൂപയാണ്. അതേസമയം നെറ്റ് ഡെറ്റ് എന്ന് പറയുന്നത് വെറും 89 കോടി രൂപയാണ് 2024. 2025 954 കോടി രൂപയാണ് കെപെക്സിന് വേണ്ടിയിട്ട് നീക്കിവെച്ചിരിക്കുന്നത്. 2024 ഏകദേശം 1000 കോടി രൂപയുടെ കപ്പാസിറ്റി എക്സ്പാൻഷൻ കമ്പനി എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. പ്രൊഡക്റ്റ് ലോഞ്ച് ഏകദേശം 6 പുതിയ മോഡലുകളാണ് ഈ വരുന്ന സമയത്ത് ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ഏകദേശം 1,889 ഷോറൂമുകളും 214 പുതിയ ഷോറൂമുകളാണ് 2025 ഓപ്പൺ ചെയ്തിരിക്കുന്നതെന്ന് കമ്പനി പറയുന്നു. 31% മാർക്കറ്റ് ഷെയറാണ് ഡൊമസ്റ്റിക് ഹെവി മെഷീൻസിലെ കമ്പനിക്കുള്ളത്. ഹിന്ദുജ ഫിനാൻസിൻ്റെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 62,000 കോടി രൂപ കടന്നിരിക്കുന്നു. 25% വർധനവ്, അതായത് IPO സെപ്പറേറ്റ് ആയിട്ട് ഹിന്ദുജ ഫിനാൻസ് ലിസ്റ്റ് ചെയ്യാനുള്ള IPOക്കുള്ള അപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞു, പെൻഡിങ്ങിലാണെന്ന് പറയുന്നു. അതുപോലെ തന്നെ 2026 ഔട്ട്ലുക്ക് വളരെ സ്ട്രോങ് ആണ്. അതുപോലെ തന്നെ CV സെഗ്മെൻറ്റ്സിലും ഇലക്ട്രിക് ബസ് സെഗ്മെൻറ്റ്സിലും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഗ്രോത്ത് കമ്പനി പ്രതീക്ഷിക്കുന്നതെന്നാണ്